കേരള സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതിക്ക് കേന്ദ്ര സഹായം നൽകണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ ഇന്ന് നേരിട്ട് ധരിപ്പിക്കും. ഉരുൾപൊട്ടലിൽ 2000 കോടിയിലേറെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മന്ത്രി എ കെ ശശീന്ദ്രൻ സംസാരിക്കുന്നു. വയനാട് ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇതിൽ പ്രധാനമന്ത്രിയുടെ വരവിനെ കേരളം എങ്ങനെയാണ്, സർക്കാർ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാദുരന്തമാണ് ഇവിടെ നടന്നത്. ആ പ്രദേശങ്ങൾ കാണാനും പ്രശ്നങ്ങൾ വിലയിരുത്താനും പ്രധാനമന്ത്രി തന്നെ വരുന്നു എന്നത് ഈ ദുരന്തത്തിൻ്റെ ഗൗരവം എടുത്തു കാണിക്കുന്ന ഒന്നാണ്. ആ ഗൗരവം മനസ്സിലാക്കി പ്രധാനമന്ത്രി എത്തുന്നത് കേരളത്തിലും പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ ദുരന്ത ബാധിതർക്കും വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം കാര്യങ്ങളൊക്കെ വിലയിരുത്തി ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമഗ്രമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. ദുരന്ത മേഖലകളിൽ നിന്നും ദുരന്തബാധിതരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ജീവരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതിൽ ഒരു വീഴ്ചയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതേ മനോഭാവത്തോടുകൂടി ഇനിയുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കേന്ദ്രം തയ്യാറാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നഷ്ടം എത്രയാണ് കണക്കാക്കുന്നത്? കേന്ദ്രം എത്ര കോടി തരണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്? അല്ല, നഷ്ടത്തിൻ്റെ ശാസ്ത്രീയമായ കണക്കാക്കൽ ഇതുവരെ നടന്നില്ല. കാരണം ഇപ്പോൾ ഏതാണ്ട് ഒരു 2000 കോടി രൂപയുടെ അടുത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കപ്പെട്ടുള്ളത്. പ്രകൃതിക്ക് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യ പാസ്സാക്കിയ പാർലമെൻറ്റും നിയമസഭയും പാസ്സാക്കിയ നിയമങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകളും സാങ്കേതികത്വവും അല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മളങ്ങനെ ഒരു ആവശ്യം വെച്ചു, ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വെച്ചു. അല്ല, ഇതിൽ കൂടുതൽ സഹായം ചെയ്യാൻ ഇന്ന വിധത്തിലാണ് ചെയ്യുന്നത് നല്ലത്. നമുക്ക് ഒരു പാക്കേജ് നടപ്പിലാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായമാണ് വേണ്ടത്. ആ സഹായ വാഗ്ദാനമാണ്. അത് ഏത് കാറ്റഗറിയിൽ പെടുത്തിയാലും കേരളത്തിൽ വിരോധമൊന്നുമില്ല. അതിന് പ്രധാനമന്ത്രി തയ്യാറാണ്. അതാണല്ലോ നമുക്ക് ആവശ്യം. ഇതിനെല്ലാം ആരുടേത് വേണം? കേന്ദ്രത്തിൻ്റെ മനസ്സറിഞ്ഞ കലവറിയില്ലാത്ത പിന്തുണയും വേണം. സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള മറ്റ് സഹായങ്ങളും വേണം. അങ്ങനെ വലിയ പ്രതീക്ഷയാണ് ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ കേരളത്തിലെയും പ്രത്യേകിച്ച് വയനാട്ടിലെയും ദുരന്തബാധിതർ പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയരാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കണമെന്ന അഭിലാഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഒരു പ്രശ്നമാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. എന്തായാലും പ്രധാനമന്ത്രി അവിടുന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. കണ്ണൂരിലെത്തും അദ്ദേഹം. രാവിലെ 11 മണിയാകുമ്പോൾ അദ്ദേഹം എത്തുമെന്നാണ് പ്രതീക്ഷ. പ്രധാനമന്ത്രി വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിക്കാനിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്നു. വയനാട്ടിൽ കാര്യമായ പ്രതീക്ഷ വയനാടിനും ഉണ്ട്.